പെരുമ്പിലാവ് കൊലപാതകത്തിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ആ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, പ്രതിയെ വലയിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവരങ്ങൾ എന്താണ് സൂരജ് സജി? ടി കെ, പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന്, അതായത് ഈ കൊലപാതകം നടന്ന വീടിന് പുറകിലായിരുന്നു ഒളിച്ചിരുന്നത്. അതിനുശേഷം പ്രതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതായത് ഇതിന് സമീപത്തുള്ള അതുകൊണ്ട് കവിച്ചുള്ള കൊടുക്ക് ഇതിന് സമീപത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ, അതായത് പോലീസ് ഇയാളെ ഓടിക്കുന്ന സമയത്ത് ഇതിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ഈ പ്രതി പതുങ്ങുകയായിരുന്നു. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യത്തിൽ പോലീസ് ഈ പ്രതിയുടെ പുറകെ ഓടുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് പ്രതി ഇവിടെ പതുങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്ന് ഈ വീട്ടിലേക്ക്, അതായത് ഈ സമീപത്തെ വീട്ടിൽ നിന്ന് ഇതിന് സമീപത്തെ വീട്ടിലേക്ക് പ്രതി ഓടിക്കയറുകയായിരുന്നു. ആ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് ഇവിടെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ പ്രതി ഈ വീട്ടിൽ ഒളിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പെരുമ്പിലാവ് കൊലപാതകത്തിൽ പ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പിടികൂടിയ ലിഷോയുമായി പോലീസ് സംഘം അവിടെ നിന്ന് പോവുകയാണ്. ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നായിരുന്നു വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് പോലീസിന് കടക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയായിരുന്നു പോലീസിനുണ്ടായത്. അതിന്റെ ഭാഗമായി നടന്ന പരിശോധന, അതിനൊടുവിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഈ കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കം അതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ അക്ഷയാണ് വെട്ടേറ്റ് മരിച്ചത്. കടവല്ലൂർ സ്വദേശിയായ ഇയാൾ നിലവിൽ മരത്തംകോട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. അക്ഷയുടെ സുഹൃത്തുക്കളായ ലിഷോയ്, ബാദുഷ എന്നിവരാണ് ഇയാളെ ആക്രമിച്ചത്. 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മുഖ്യപ്രതി എന്ന് കരുതുന്നത് ലിഷോയിയാണ്. ലിഷോയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ലിഷോയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സൂരജ്, തുടരാം. സൂരജ്, ടി കെ, രാവിലെ തന്നെ പോലീസിനെ വട്ടം കറക്കിയ ലിഷോയ് എന്ന പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. രാവിലെ നമ്മൾ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായി തലേ ദിവസം കൊലപാതകത്തിന് ശേഷം സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീടിന് പുറകുവശത്ത് നിന്ന് വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് പ്രതി ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഈ പോലീസ് ജീപ്പ് റിവേഴ്സ് എടുത്ത് പോകുന്ന ആ ഭാഗത്തുകൂടി ഇടത്തുവശത്തേക്ക്, ഇപ്പോൾ ആ റിവേഴ്സ് എടുക്കുന്ന ഭാഗത്തേക്കാണ് പ്രതി ഓടിയത്. ആ സമയത്ത് തന്നെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് പുറകെ ഓടിയെത്തുന്നു. കൂടുതൽ പോലീസുകാർ ഓടിയെത്തുന്നു. ആ ദൃശ്യമാണ് നമ്മൾ ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷം ഈ പ്രതി എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച് പോലീസിന് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇവർ ഈ മേഖലയിലാകെ തന്നെ തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ ഈ സമീപത്തെ വീടുകളിലുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരാരും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രതി ഈ കാണുന്ന വീട്ടിലേക്ക് ഈ പതുങ്ങിയിരിക്കുകയായിരുന്നു. പോലീസിന് ഒരു സംശയം തോന്നി. പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവിടെ നിന്ന് ഈ പ്രതിയെ വീണ്ടും പോലീസ് പിടികൂടുന്നത്. അതായത് ഒരു 20 മിനിറ്റ് നേരം ഈ പ്രതിക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ, അതായത് ഒരു 200-300 മീറ്റർ ചുറ്റളവിൽ ഈ പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രതി ഇവിടെ നിന്ന് ഓടി ഈ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും പ്രതിയെ ഒളിപ്പിക്കുന്ന ഒരു നിലപാട് ഇവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഗൃഹനാഥനെ വിളിച്ചിറക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളോട് പലതവണ ഞങ്ങൾ ചോദിച്ചതല്ലേ, പ്രതി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതാണ്, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിയെ ഒളിപ്പിച്ചു ഇവർ എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഈ പെരുമ്പിലാവ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. രാവിലെ, അതായത് ഈ കൊലപാതകം നടന്ന വീട് ഇതാണ്. രാവിലെ നമ്മൾ ഇവിടെ ഒരു പോലീസ് ജീപ്പുണ്ട്. ഈ പോലീസ് ജീപ്പ് ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിന് പുറകിൽ നിന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈവിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ വലത്തുവശത്ത് നിന്ന് പ്രതി ഓടി വരുന്നു. ആ സമയത്ത് ഒരു നാട്ടുകാരൻ പിടിക്കട എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഒരു സെക്കൻഡ് നമ്മൾ പതറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഓടി വന്ന് ഈ പ്രതിയുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ പ്രതിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്റർ അകലം എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി. സ്വാഭാവികമായി പ്രതി അവിടെ നിന്ന് ഇടത്തുവശത്തേക്ക് പോകുന്നു. ആ ഒരു ഓട്
ഓടിട്ട കെട്ടിടം കാണുന്ന ആ ഭാഗത്തേക്ക് ഓടുന്നു. അതിനുശേഷം ആ കെട്ടിടത്തിന് പുറകുവശത്തേക്ക് ഓടിയതായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ സ്വാഭാവികമായി ഈ നിരയിലുള്ള കെട്ടിടത്തിലൊക്കെ വന്ന് അലേർട്ട് ചെയ്തിരുന്നു, ഏതെങ്കിലും വീട്ടിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഇല്ല, ഇവർ ആരും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, അതായത് ഇതിന് വലത്തുവശം എന്ന് പറയുന്നത് അടക്കാമര തോപ്പൊക്കെയാണ്, സ്വാഭാവികമായും അങ്ങോട്ടേക്ക് പോയി നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കാണിച്ച ആ മേഖലയിലേക്കൊക്കെ പോയി അവിടെ എത്തി പോലീസ് തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ആ തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെ ഒന്നും ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടയിൽ ഇവിടെ നിന്ന്, അതായത് ഈ ഭാഗത്തു നിന്ന് കുറച്ച് പോലീസുകാർ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ആണ് പ്രതി ഈ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് പ്രതിയെ ബലമായി തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. നമ്മൾ ആ ദൃശ്യത്തിൽ കാണാം എത്രമാത്രം ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദാ ഈ കൊലപാതകം നടന്ന വീട് എന്ന് പറയുന്നത് ഇവിടെയാണ്. അക്ഷയ് ഇന്നലെ ഈ ഭാര്യയോടൊപ്പം ഈ വീട്ടിലേക്കാണ് വരുന്നത്. ഇതാണ് മുഖ്യപ്രതിയായിട്ടുള്ള ലിഷോയുടെ വീട്. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത ലിഷോയുടെ വീട് ഇതാണ്. ഇതിന് പുറകിലെ ദാ കുറ്റിക്കാടിലായിരിക്കണം പ്രതി പതുങ്ങിയിരുന്നിട്ടുണ്ടാകുക. നേരം പുലർന്നതോടുകൂടി പിടിക്കപ്പെടും എന്ന് കരുതിയായിരിക്കും സ്വാഭാവികമായും പ്രതി ആ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ വീടിന് മുന്നിൽ ഇന്നലെ അക്ഷയും ഭാര്യയും ഈ ലിഷോയുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഇവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നു. ആ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ സ്കോർപിയോ കാർ, ഈ നിർത്തിയിട്ടിരിക്കുന്ന സ്കോർപിയോ കാറിന്റെ ചില്ല് അക്ഷയ് അടിച്ചു തകർക്കുന്നുണ്ട്, മറ്റൊരു വാഹനം തകർക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബാദുഷയും അക്ഷയും ചേർന്ന് ബാദുഷയും ലിഷോയും ചേർന്ന് ഈ അക്ഷയെ കൊലപ്പെടുത്തുന്ന അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ആ പോലീസ് നിൽക്കുന്ന ആ മേഖലയിലാണ് വെട്ടി കൊലപ്പെടുത്തി വീഴ്ത്തുന്നത്. തലയിൽ മാത്രം 3 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ചോര വാർന്ന് കിടന്ന അക്ഷയെ പോലീസ് എത്തിയാണ് ഇവിടെ നിന്ന് അക്ഷയുടെ മൃതദേഹം മാറ്റുന്നത്. ബാദുഷ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്, പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഈ ബാദുഷയും അതുപോലെ തന്നെ ഈ നിഖിൽ എന്ന് പറയുന്ന ഒരു പ്രതി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. നിഖിലിനെ രക്ഷപ്പെടാൻ സഹായിച്ച ആകാശ് എന്ന ആളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അങ്ങനെ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴും ഈ ലിഷോയി എവിടെ എന്ന് സംബന്ധിച്ച് പോലീസിന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും സമീപ ജില്ലകളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു സാധ്യതയെല്ലാം മുൻനിർത്തിക്കൊണ്ട് സമീപ ജില്ലകളിലടക്കം പോലീസ് അലേർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ കുന്നംകുളത്തും പെരുമ്പിലാവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും എല്ലാം പോലീസ് നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ വാക്കുതർക്കത്തിൽ നിന്ന് തുടങ്ങിയ കൊലപാതകമാണ്. എന്താണ് അതിന്റെ കാരണം, ഇവർ തമ്മിലുള്ള തർക്കം എന്നത് സംബന്ധിച്ച് പോലീസ് കൂടുതലായി എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ സൂരജ്? ഇവരെല്ലാവരും തന്നെ നേരത്തെ തുടങ്ങി ഈ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരെല്ലാവരും ഉറ്റ ചങ്ങാതിമാർ എന്ന് പറയാവുന്ന തരത്തിൽ ഒന്നിച്ചൊരു ഗ്യാങ്ങായി നിന്ന് പ്രവർത്തിച്ച ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പൊടുന്നനെ ഒരു കൊലപാതകത്തിലേക്കൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു റീൽ അത് ഈ ലിഷോയ് പങ്കുവച്ചിരുന്നു. അതായത് ഈ നിഖിൽ, ഇപ്പോൾ പിടിയിലായിട്ടുള്ള നിഖിലും ഒത്തുള്ള ഒരു റീലാണ്, ഒരു ഡാൻസ് ചെയ്യുന്ന റീലാണ് പങ്കുവച്ചിരുന്നത്. അതായത് ഇവർ ഒന്നിച്ച് ഈ ലഹരി ഇടപാടുകളെല്ലാം നടത്തുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു മൂന്നാമൻ വരുന്നു, അല്ലെങ്കിൽ ഈ നിഖിലിന്റെ ഗ്യാങ്ങിലേക്ക് ഇവർ രണ്ടുപേരും മാറുന്നു എന്നുള്ള ഒരു സൂചനയായി ഈ റീല് അക്ഷയ് കണക്കാക്കുന്നു. അങ്ങനെ ആ റീലിനെ പറ്റി ഒരു വാക്കുതർക്കം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ഭാര്യയും കൂട്ടി ഇവിടെ എത്തുന്നു. ഈ വിഷയം ചോദിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ നിഖിലിനൊപ്പം പോയോ, നിഖിലിന്റെ ഗ്യാങ്ങിൽ ചേർന്നോ, നിങ്ങളിപ്പോൾ അവരുമായിട്ടല്ലേ സൗഹൃദം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇത് നമ്മുടെ കൊല്ലപ്പെട്ട അക്ഷയ് വന്ന കാറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ഈ സ്കോർപിയോ കാറാണ് ആദ്യം വന്നതിന് ശേഷം അക്ഷയ് ഈ സ്കോർപിയോ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെയാണ് ബാദുഷയും അതുപോലെ തന്നെ ലിഷോയും ചേർന്ന്, ഒപ്പം നിഖിൽ ഇവിടെ ഉണ്ടായിരുന്നു, നിഖിലും ചേർന്ന് ഈ അക്ഷയെ ആക്രമിക്കുന്നത്. അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയുടെ മുന്നിലിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. തലയിൽ മാത്രം 3 വെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഭാര്യ ഇത് കണ്ട് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുന്നു. കരഞ്ഞ് നിലവിളിച്ച് അവർ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പക്ഷെ നാട്ടുകാരെത്തിയപ്പോഴേക്കും ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈ അക്ഷയെയാണ് കണ്ടെത്തുന്നത്. ബാദുഷയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് തന്നെ ബാദുഷയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് നിഖിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ലിഷോയ് എവിടെ, അതായത് ഈ വീടിന്റെ ഉടമയായിട്ടുള്ള ലിഷോയുടെ വീട്ടിലേക്കാണ് ഇന്നലെ അവർ വന്നത്. ആ ലിഷോയ് എവിടെ എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇന്നലെയും പോലീസിന് ഉണ്ടായിരുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു പ്രതിക്ക് വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ രാത്രി ഇവിടെ എത്തി തിരച്ചിൽ നടത്തുന്ന അപൂർവ കാഴ്ച ഇന്നലെ പെരുമ്പിലാവിലുണ്ടായി. അത് സ്വാഭാവികമായും ഈ ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്, പോലീസൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടെത്തി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഇന്ന് പുലർച്ചെയും ആ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെയും നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോഴും പ്രതി ഒളിവിലാണ്, ലിഷോയ് ഒളിവിലാണ് എന്നൊരു വിവരമാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ 6 മണിക്ക് ആദ്യ വാർത്ത നൽകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിനിടയിലാണ് ഈ പ്രതിയായിട്ടുള്ള ലിഷോയ് വീടിന് പുറകിലെ കുറ്റിക്കാട്ടിൽ നിന്ന് അതുവഴി ഓടി രക്ഷപ്പെട്ടു വരുന്നത്. ഇത് കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പുറകെ ഓടുന്നു. ഓടി എത്തുമ്പോഴേക്കും ഒരു വീടിന് പുറകിലേക്ക് അങ്ങ് പാഞ്ഞു കയറുകയായിരുന്നു. എങ്ങോട്ട് പോയി എന്ന് പിന്നീട് പോലീസിന് അറിയില്ല. വ്യാപകമായുള്ള ഒരു തിരച്ചിൽ, ഒരു 300 മീറ്റർ ചുറ്റളവാണ്. അത് അടക്കാമരത്തോപ്പുണ്ട്, അതിനിടയിൽ ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇവിടെയെല്ലാം കയറി
ഒരു പശുത്തൊഴുത്തുണ്ട്. അവിടെയൊക്കെ കയറി പോലീസുകാർ വളരെ ദയനീയമായ കാഴ്ചയായി തോന്നി. അതായത് അവർ അവിടെ എല്ലാം അരിച്ചു പറക്കുകയാണ്. ആ സമയത്തും ഈ പ്രതിയെ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ പോലീസുകാർ വീണ്ടും റൗണ്ട് ചെയ്ത് വരുന്ന സമയത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ നിന്ന് ലിഷോയിയെ പോലീസ് കണ്ടെത്തുന്നത്. അതായത് ഈ വീട്ടിൽ ഒളിച്ച നിലയിലായിരുന്നു. അതായത് കുറ്റിക്കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി വീണ്ടും സമീപത്തെ വീട്ടിലെത്തി. സമീപത്തെ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഏറെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പിടികൂടുന്നത്. ആ സമയത്തും അതായത് ഈ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലും പ്രതി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. പോലീസിനെ സംബന്ധിച്ച് നന്നേ പാടുപെട്ടാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. പ്രതിയെ ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് കുന്നംകുളം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ലിഷോയെ കൂടി ചേർത്ത് 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. കൂടുതൽ പേർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന ബാദുഷ ബാദുഷ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ബാദുഷയ്ക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, സമാന സ്വഭാവത്തിലുള്ള ഒരുപാട് കേസുകളുണ്ട് എന്നുള്ളതായിരുന്നു വിവരം. ഈ ലിഷോയും നിഖിലും അക്ഷയും ഒക്കെ ഇത്തരത്തിൽ വിവിധ കേസുകളിലായി പെട്ടിട്ടുള്ള ആളുകളാണോ സൂരജ്? തീർച്ചയായും ടി കെ, അതായത് ഈ ലിഷോയും അതുപോലെ തന്നെ ഈ ബാദുഷയും മറ്റൊരു ക്രിമിനൽ കേസ്, അത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ ഈ കൊല്ലപ്പെട്ട അക്ഷയാകട്ടെ നിഖിലാകട്ടെ എല്ലാവർക്കും തന്നെ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെല്ലാവരും എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് പറയുന്നത്. വിഷ്ണു കൂടെ ഇറങ്ങും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കേസ്. ഇന്നലെ മുതൽ തന്നെ പോലീസ് വലിയ രീതിയിൽ ഈ പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു നടപടി അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ലഹരി കേസുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ വധശ്രമ കേസുകളുണ്ട്. അത്തരം കേസുകളിൽ പ്രതിയായ ആളുകളാണ്. കൊല്ലപ്പെട്ട അക്ഷയാകട്ടെ ഇതിൽ പ്രതിയായ ലിഷോയും അതുപോലെ തന്നെ ബാദുഷയും ഒക്കെ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്, ലഹരി കച്ചവടം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് പോലും ഈ സംഘാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രി നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അത്തരത്തിൽ ഉച്ചയ്ക്ക് ഇവർ കാണുന്ന സമയത്ത് അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയോടുകൂടി ഇവർക്കിടയിൽ തർക്കങ്ങൾ രൂപപ്പെടുന്നു. അതായത് ഇവർക്ക് ഈ നിഖിലുമായുള്ള സൗഹൃദം, അതായത് നിഖിൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്യാങ്ങിൽ പെടുന്ന ആളാണ്. അപ്പോൾ ഇവർ തങ്ങളെ അക്ഷയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു ഗ്യാങ്ങിലേക്ക് പോകുന്നു എന്ന തോന്നലായിരിക്കാം അക്ഷയെ പ്രകോപിപ്പിച്ചത്. അങ്ങനെ അക്ഷയ ആ പ്രകോപനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ വീട്ടിലേക്ക് ഭാര്യയും കൂട്ടി വരുന്നു. ഇവിടെ വന്നതിന് ശേഷം അക്ഷയ് ഭാര്യയുമായി എത്തിയതിനു ശേഷമാണ് ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ആ സമയത്ത് ഈ സ്കോർപിയോയുടെ സൂര്യ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഭവം നടന്നതിന് ശേഷം വലിയ നടുക്കമുണ്ടാക്കിയ സംഭവമാണ്. ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ്. ഈ സംഭവത്തിന് ശേഷം പ്രാഥമിക വിവരം എന്ന നിലയിൽ പുറത്തു വന്നത് ഇവരുടെ ഒരു കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസാണ് അതിനൊരു സ്ഥിരീകരണം തരേണ്ടത്. ഇപ്പോൾ ഈ റീൽസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു തർക്കം അല്ലെങ്കിൽ നിഖിലിൻ്റെ ഗ്യാങ്ങിലേക്ക് കൂടുമാറുന്നുണ്ടോ എന്ന സംശയത്തിൽ നിന്ന് അത് ചോദ്യം ചെയ്യാനെത്തിയപ്പോഴുണ്ടായ തർക്കം എന്ന നിലയിലേക്ക് പോകുന്നു. ഈ കഞ്ചാവ് വിൽപ്പന അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നേരത്തെ പുറത്തു വന്ന വിവരം, അതിനെ പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടോ സൂരജ്? അത് പോലീസ് തള്ളുന്നില്ല. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ഇവർ ഒന്നിച്ച് ലഹരി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഇവർ കൂടുവിട്ട് മറ്റൊരു കൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അത് തങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ ഈ വിൽപ്പനയെ ബാധിക്കും. അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളാണ്, അതായത് ആ പ്രശ്നങ്ങളാണ് ഈ റീൽസിന് മുകളിൽ ഒരു സംശയദൃഷ്ടിയോടുകൂടി ഈ റീൽസ് എടുക്കുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലൊരു എലമെന്റ് തന്നെയാണ്, അതായത് ലഹരി കച്ചവടം തന്നെയാണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ എലമെന്റ്. പക്ഷേ അവിടെ ഇവർക്കിടയിൽ ഒരു സ്പ്ലിറ്റിന് കാരണമാക്കുന്നതാണ് ഈ പുതിയ സൗഹൃദങ്ങൾ എന്ന് തോന്നിയതോടുകൂടിയാണ് അക്ഷയ് ഇവിടെ എത്തുന്നതും ഇവിടെ എത്തി അത് ചോദ്യം ചെയ്യുന്നതും. അതായത് നിങ്ങൾക്ക് നിഖിലുമായി നല്ല അടുത്ത ബന്ധമാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് അവരുമൊക്കെ ആയല്ലേ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തി ഇന്നലെ ആക്രോശിച്ചുകൊണ്ട് അക്ഷയ് വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഭാര്യയോടൊപ്പമാണ് എത്തുന്നത്. അതിനു മുൻപ് തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ഷയ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഭാര്യയും കൂട്ടി വരുന്നത്. സ്വാഭാവികമായി ഇവിടെ വന്ന് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ കാറ് തകർക്കുന്നത്. കാർ തകർത്തോടു കൂടിയാണ് അതൊരു വലിയ സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ബാദുഷയും അതുപോലെ തന്നെ ലിഷോയും എല്ലാം ചേർന്ന ഈ വെട്ടുകയായിരുന്നത് പല കുറി തലയ്ക്ക് മാത്രം വെട്ടി, അതായത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം കൃത്യമായി അതിനകത്തുണ്ട് എന്നുള്ളത് വെളിവാണ്. 3 തവണ തലയ്ക്ക് വെട്ടി. അതോടൊപ്പം തന്നെ കയ്യിൽ
ആഴത്തിലുള്ള 2 കൈയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അങ്ങനെ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നാട്ടുകാരും തന്നെ ഇത് കണ്ട് ഭയന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് പോലീസ് എത്തിയാണ് ആ പോലീസുകാർ നിൽക്കുന്ന ആ മേഖലയിലായിരുന്നു മൃതദേഹം കിടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോലീസ് എത്തി പിന്നീട് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു, കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഈ ബാദുഷ കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പക്ഷേ പരിക്ക് ഗുരുതരമായതോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നാലെ ഈ ആകാശിനെയും നിഖിലിനെയും കസ്റ്റഡിയിലെടുത്തു. ഈ നിഖിൽ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നു. നിഖിലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പ്രതിയാണ് ആകാശ്. പക്ഷേ അപ്പോഴും ഈ കൊലപാതകം നടന്ന വീടിന്റെ ഉടമയായിട്ടുള്ള വീട്ടുകാരനായിട്ടുള്ള ലിഷോയ്, ഈ ലിഷോയ് എവിടെ പോയി, മുഖ്യപ്രതിയായിട്ടുള്ള ലിഷോയ് എവിടെ പോയി എന്ന് സംബന്ധിച്ച് മാത്രം ഒരു സൂചനയും പോലീസിനുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് ഇന്നലെ രാത്രി എല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു. പക്ഷേ അപ്പോഴൊന്നും പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. രാവിലെ ഒരു 6 മണിയോടുകൂടി നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഈ മൃതദേഹം കിടന്ന ഭാഗത്ത് ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായും പോലീസിന് ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഒരു 6:10 ഈ പ്രതിയായിട്ടുള്ള ലിഷോയ് ഈ വീടിന് പുറകിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഓടി വരുന്നത്. അവർ ഇതിന് സമീപത്ത് ഒരു വീട്ടിലേക്ക് ഓടി കയറുകയായിരുന്നു. വീടിന് പുറകിലേക്ക് ഓടിക്കയറി. ഇതിന് പുറകിലേക്ക് ഇയാളുടെ പുറകെ പോലീസുകാർ ഓടി വരുന്നുണ്ട്. ഓടി വരുന്ന സമയത്ത് ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല. പുറകിലെ വീട്ടിലേക്ക് കയറിയ സമയത്ത് ഇവിടുത്തെ വീടുകളിലൊക്കെ പോലീസ് വന്ന് ചോദിച്ചു, ആ പ്രതി ഈ വീടുകളിലേക്ക് കയറുന്നതിനുള്ള സാധ്യതയുണ്ട്, സ്വാഭാവികമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടുത്തെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഈ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോലീസ് ഈ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നു. അതിനുശേഷം ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടി പോലീസ് ഈ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. ആ സമയത്താണ് ഈ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വീട്ടിൽ നിന്ന് പ്രതിയെ പോലീസ് അതിസാഹസികമായി കീഴ്പ്പെടുത്തുന്നത്. വലിയ ബലപ്രയോഗം പോലീസിന് നടത്തേണ്ടി വന്നു. കാരണം അപ്പോഴും, അതായത് ഈ വീട്ടിൽ നിന്ന് പ്രതിയെ പോലീസ് പിടികൂടുന്ന സമയത്തും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ശ്രമം അത് ലിഷോയ് നടത്തി. വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗം അത് പോലീസിന് മുന്നിൽ ലിഷോയ് കാഴ്ചവെച്ചു. പോലീസ് അതിസാഹസികമായി തന്നെ ഈ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്തായാലും പ്രതിയെ ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ വീടിരിക്കുന്ന പ്രദേശമാണ്. അധിക നേരം പ്രതി ഇവിടെ നിർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ പെരുമ്പിലാവ് കൊലപാതകത്തിൽ പോലീസിനെ വെട്ടിച്ചോടി രക്ഷപ്പെട്ട മുഖ്യപ്രതി ലിഷോയ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സൂരജ് സജി.